തയ്യാറി തയ്യാറി താരേ കദളി കദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പൂവേണോ പുകാര കദളി കദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പൂവേണോ പുകാര. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കൈരളി ടിവിയുടെ മിന്നാമിനുങ്ങ് എന്ന ഈ ഷോയിലേക്ക് സ്വാഗതം. Welcome to Minna Minunga, powered by Lakshmi Jewelry and celebrated by Eastern. പതിവുപോലെ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ആദ്യമായി ശ്രീകുമാർ സർ, the gorgeous Mahdi ma'am and Jassy ചേട്ടൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിനെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ നമുക്ക് വിളിക്കാം, ഗൗരി. ഹായ് ഗൗരി. ഹായ്. സോ നല്ലൊരു റെഡ് ഡ്രസ്സിലാണല്ലോ. താങ്ക്സ്. ഒരു റെഡ് റൈഡിംഗ് ഹുഡിനെ പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏത് റൗണ്ടാണ് ഇത്? ഫേവറേറ്റ് സോങ്. ഓക്കെ, അപ്പോൾ ഇനി മോർ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാൻ പോകുന്നില്ല, നമുക്ക് സ്ട്രേറ്റ് അവേ പാട്ടിലേക്ക് കേൾക്കാം. ഓക്കെ, ഗുഡ് ലക്ക്. കുഞ്ഞിപ്പെണ്ണേ
അപ്പോൾ ഗൗരി നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. എന്താണ് ഈ പാട്ട് ചൂസ് ചെയ്യാൻ കാരണം? ഈ പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു പാട്ടെന്ന്. സോ ആരോടാണ് ആദ്യം നമുക്ക് ചോദിക്കേണ്ടത്? ശ്രീകുമാർ സർ. ഓക്കെ, നന്നായിട്ട് പാടി. ഇതിനൊരു ഏകതാനതയുണ്ട് അല്ലേ? ഒരു ട്യൂൺ എത്ര ചരണം, 1 2 3 4 ചരണം മറ്റുണ്ട് അല്ലേ? എല്ലാം ഒരേപോലെ. പക്ഷെ എങ്കിലും നന്നായിട്ട് പാടി. അവിടെ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്, അത് മോള് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ശ്രുതിയുടെ പ്രശ്നങ്ങളും ചെറിയ താള പ്രശ്നങ്ങളും. ഇനിയും കുറച്ചുകൂടെ നമുക്ക് ഈ ഒരു വല്ലാത്ത ഒരു ഇതല്ലേ, അവസ്ഥയല്ലേ? ഇതിന് ഭേദം കുന്നിക്കുരു അല്ലെങ്കിൽ കുന്നിക്കുരു വാരി തിന്നുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു സങ്കട അവസ്ഥയും കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടിയില്ല. ആ ഒരു വല്ലായ്മയുണ്ടല്ലോ, വല്ലാത്തൊരവസ്ഥ, അത് കിട്ടിയില്ല. അത് കുറച്ചുകൂടെ ആ ഒരു ഫീല് അത്യാവശ്യമാണ് പാട്ടിന്. ഇല്ലെങ്കിൽ കാരണം ഇതൊരു ഒരേ ട്യൂണായതുകൊണ്ട് നമുക്ക് ആ ഫീലും കൂടി ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കയറില്ല. അപ്പം ആ എവിടെയോ ഒരു ചെറിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട് ആ ഫീല് കാരണം. അല്ലെങ്കിൽ അസലായിട്ട് മുകളിലുള്ള നല്ല ശബ്ദം, ഈ പറഞ്ഞൊരു കുറച്ച് അധികം പാടിയാൽ ക്രാക്ക് വരുന്നൊരു ശബ്ദമാണ് തോന്നുന്നു. കുറച്ചൊക്കെ ഇടയ്ക്ക് കണ്ട. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അടുത്ത മഹദി മാഡം. ഗൗരി, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഐ തിങ്ക് കൂടുതലും പാട്ടുകളെല്ലാം ഒരേ മൊണോട്ടണസ് ആയിട്ടുള്ള ട്യൂണിലാണ് സോഫാർ നമ്മളിപ്പോൾ കേട്ടിരിക്കുന്നത്. ഐ തിങ്ക് ഗൗരിയുടെ ഒരു വോയിസ്, ഐ തിങ്ക് ഞാൻ സ്വാതിയുടെ അടുത്ത് പറഞ്ഞ തന്നെ ഗൗരിയുടെ അടുത്തും പറയുന്ന, കുറച്ച് തുറന്ന് പാടിയാൽ തന്നെ വേഗം സ്ട്രെയിൻ ആയി പോകുന്ന ഒരു വോയിസ് ടൈപ്പ്. അതെനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും വോയിസിൻ്റെ ഫുൾ മാഗ്നിറ്റ്യൂഡ് യൂസ് ചെയ്യാണ്ട് ഒതുക്കി പാടിയാണ് നമ്മൾ ശീലിച്ചിരിക്കുന്നത്. സോ പെട്ടെന്ന് ഫോക്ക് സോങ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഫുൾ ത്രോ കൊടുക്കേണ്ടി വരുന്നു. ഫുൾ ത്രോ കൊടുക്കുമ്പോൾ നമുക്ക് അതിനായിട്ടുള്ള എന്താ പറയുക, ഒരു സ്റ്റാമിന, ആ സ്റ്റാമിന വേണം. വോയിസിൻ്റെ സ്റ്റാമിന പറയുന്നത്. സോ ത്രൂ ഔട്ട് ദ സോങ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റാമിന, അത് ഗൗരി ഐ തിങ്ക് ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ദ സോങ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക വോയിസ്. സോ ക്രാക്ക് ആവാണ്ട് ഒത്തിരി സ്ട്രെയിൻ ചെയ്യാണ്ട്, പ്രോബ്ലി ഒരു സെമി ടോണും കാണും കുറച്ചാൽ കംഫർട്ടബിൾ ആണെങ്കിൽ കുറയ്ക്കുക. പാടി നോക്കിയിട്ട് റേഞ്ചൊക്കെ ഒത്തിരി സ്ട്രെയിൻ ആയിട്ട് പാടേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അത് മാത്രമേ ഉള്ളൂ. ആൻഡ് എനിക്ക് നല്ല ഇഷ്ടമായി. ചെറിയ ടച്ചസ് നല്ല രസമുണ്ടായിരുന്നു ഗൗരിയുടെ വോയിസിൽ. സോ ത്രോട്ട് സൂക്ഷിച്ചു വയ്ക്കുക. സോ സ്മോൾ ടിപ്സ് ലൈക്ക് യുവർ പിച്ച്, ആ ശ്രുതി അതിങ്ങനെ ഒത്തിരി തുറന്ന് പാടുന്ന കാരണം കുറച്ച് ഫ്ലാറ്റ് ആവാനുള്ള ഒരു സാധ്യത ത്രൂ ഔട്ട് ദ സോങ് ഉണ്ടായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഫ്ലാറ്റ് ആവും. സോ ശ്രുതിക്കാട്ടിലും കുറച്ച് പാടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. സോ നാച്ചുറലി നമുക്ക് വോയിസ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ശ്രുതിയിൽ ചൂസ് ചെയ്താൽ ഈ ശ്രുതി കുറഞ്ഞു പോയില്ല. ഓക്കെ, സോ അത് മാത്രം യു ഹാവ് ടു ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ചേട്ടാ, നല്ല വോയിസ് ആണ്. അത് മൊത്തം ഒന്ന് റിഫൈൻ ചെയ്തെടുക്കണം. നമ്മൾ പാടുമ്പോഴത്തേക്ക് ഓവറോൾ ഒരു ക്ലാരിറ്റി കൊണ്ടുവരണം. പിന്നെ അടുത്ത റൗണ്ടുകളിൽ പാടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ബെറ്റർമെൻറ്റും പാട്ടുകളുടെ സെലക്ഷനും കുറച്ച്. പിന്നെ ഈ ലിറിക്കൊക്കെ ഇത്രയും ഓർമ്മിച്ച് വെക്കുന്നതൊക്കെ എങ്ങനെ? കുറേ പാടിയിട്ടുണ്ടോ ഈ പാട്ട് നേരത്തെ? പിന്നെ എങ്ങനെ ഇത്രയും ഓർമ്മിച്ച് വെച്ചത്? ആണല്ലേ? ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊരു വിഷയമേ അല്ല. അതെ, ഇത് 2 പേജുണ്ട് എസ്സേ. ഇത്രയും വലിയൊരു സ്റ്റോറി ലൈൻ തന്നെ ഉള്ളൊരു പാട്ടായിരുന്നു. അതൊരു നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഗുഡ് ലക്ക്. ഓക്കെ, താങ്ക് യു ജാസി ചേട്ടാ. അപ്പോൾ നല്ല കമൻസ് ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് വോയിസ് ആണ് ഗൗരിയുടെ. അപ്പോൾ നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. സോ മാർക്സ്, ശ്രീകുമാർ സർ. ഗൗരി പരിഗണനയൊന്നുമില്ല, ഗൗരി ആയതുകൊണ്ട് 22 out of 30. 22 on 30. Mahadi ma'am? 22. 22 on 30 again. 22 Gauri. So that's a 22 on 30 again. Up on a total 66 on 90. That's a very good score. Appo namukku nammade next contestant vilikam. Our next contestant is Sham.
ഹായ് ശ്യാം, ഹായ്, നല്ലൊരു ചിരിയാണല്ലോ. താങ്ക് യു. ആ ചിരിയിൽ ഞാൻ മയങ്ങിപ്പോയി. എനിവേ, സോ എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇന്ന് ഫിലിം സോങ്സ് റൗണ്ടിലാണ്. ഫിലിം സോങ് ആണ്. അപ്പോൾ ഏത് ഫിലിമിലെ പാട്ടാണിത്? ബാംബു ബോയ്സ് എന്ന സിനിമയിലെ കലാമണി ചേട്ടൻ തന്നെ പാടിയ ഏനിന്നലെ ചൊപ്പനം കണ്ടപ്പോ. ഓക്കെ, അപ്പോൾ നല്ലതായിട്ട് പെർഫോം ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്. ഏനിന്നലെ ചൊപ്പനം കണ്ടപ്പം ചൊപ്പനം കണ്ടേ, ഒക്കാച്ചി തവള നല്ലൊരു പാമ്പിനെ തിന്നേ. ഏനിന്നലെ ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ, ഒക്കാച്ചി തവള നല്ലൊരു പാമ്പിനെ തിന്നേ. ഏനിന്നലെ ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ, ഒക്കാച്ചി തവള നല്ലൊരു പാമ്പിനെ തിന്നേ. കുമ്പും മൂളി വന്ന കൊമ്പനൊരിച്ച, ഒക്കാച്ചി തവള പിന്നോരാനയെ തിന്നേ. കുമ്പും മൂളി വന്ന കൊമ്പനൊരിച്ച, ഒക്കാച്ചി തവള പിന്നോരാനയെ തിന്നേ. ഏനിന്നലെ ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ, ഒക്കാച്ചി തവള നല്ലൊരു പാമ്പിനെ തിന്നേ. ഏനിന്നലെ ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ, ഒക്കാച്ചി തവള നല്ലൊരു പാമ്പിനെ തിന്നേ. അന്തിക്കൊരു പാട്ടും പാടി പോകുന്നതാരാ, സൂര്യന്റെ വാലെ തൂങ്ങിയ ചന്ദ്രനാണ്. അന്തിക്കൊരു പാട്ടും പാടി പോകുന്നതാരാ, സൂര്യന്റെ വാലെ തൂങ്ങിയ ചന്ദ്രനാണ്. ചന്ദ്ര വിട് വിട് വലിന്ന് വിട് വിട്, ചന്ദ്ര വിട് വിട് വലിന്ന് വിട് വിട്, സൂര്യന്തായേ വീണ കാച്ചി കൊത്തും, സൂര്യന്തായേ വീണ കാച്ചി കൊത്തും. ഏനിന്നലെ ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ, ഒക്കാച്ചി തവള നല്ലൊരു പാമ്പിനെ തിന്നേ. ഏനിന്നലെ ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ, ഒക്കാച്ചി തവള നല്ലൊരു പാമ്പിനെ തിന്നേ. കൊമ്പനാന മുട്ടയിട്ടിട്ടടയിരുന്നേ, മുട്ട വിരിഞ്ഞിട്ട് 10 തത്ത പറന്നേ. കൊമ്പനാന മുട്ടയിട്ടിട്ടടയിരുന്നേ, മുട്ട വിരിഞ്ഞിട്ട് 10 തത്ത പറന്നേ. അത് കുറുതാരാന്തരാം തത്തമ്മേ വേറ് വേറ്, കൈനി കുറുതാരാന്തരാം തത്തമ്മേ വേറ് വേറ്, തത്തപ്പക്കി നോറ്റ് വെച്ചതൊരമ്പഴക്കായ, തത്തപ്പക്കി നോറ്റ് വെച്ചതൊരമ്പഴക്കായ. ഏനിന്നലെ ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ, ഒക്കാച്ചി തവള നല്ലൊരു പാമ്പിനെ തിന്നേ. ഏനിന്നലെ ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ, ഒക്കാച്ചി തവള നല്ലൊരു പാമ്പിനെ തിന്നേ. കുമ്പും മൂളി വന്ന കൊമ്പനൊരിച്ച, ഒക്കാച്ചി തവള പിന്നോരാനയെ തിന്നേ. കുമ്പും മൂളി വന്ന കൊമ്പനൊരിച്ച,
പൊകാച്ചി തവളെ പിന്നോരാനെ തിന്നേ എനിന്നല്ല ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ പൊകാച്ചി തവള നല്ലൊരു പാമ്പിനെ തിന്നേ എനിന്നല്ല ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ പൊകാച്ചി തവള നല്ലൊരു പാമ്പിനെ തിന്നേ തന്താനേ തന്താനേ തന തന്നിന്നെത്താനേ തന്താനേ തന്താനേ തന തന്നിന്നെത്താനേ തന്താനേ തന്താനേ തന തന്നിന്നെത്താനേ തന്താനേ തന്താനേ തന തന്നിന്നെത്താനേ ശ്യാം, എന്ത് നല്ല പെർഫോമൻസ് ആയിരുന്നു. ലൈക്ക് Thank you. എല്ലാരും ഈ സ്റ്റുഡിയോയിലുള്ള എല്ലാരും ഡാൻസ് ചെയ്യുന്നു. Thank you. ശ്യാമിന്റെ പെർഫോമൻസ് ചെയ്ത് അടിപൊളി. എന്തായിരുന്നു ആ സ്റ്റെപ്പ്? എങ്ങനെയായിരുന്നു? ഒന്ന് ഒന്ന് മ്യൂസിക് തരുമോ? എങ്ങനെയായിരുന്നു ആ സ്റ്റെപ്പ്? ഇങ്ങനെ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ഇങ്ങനെ എങ്ങനെ? ആ വെരി നൈസ്, വെരി നൈസ്. അടിപൊളി ഡാൻസ് ആയിരുന്നു, അടിപൊളി പാട്ടുമായിരുന്നു. എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ശ്യാമിന്റെ പാട്ട്. ആദ്യം നമുക്ക് മഹതി മാമിനോട് പോവാം. ശ്യാം, എന്തോ സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു. ശ്യാം ഒരു നാച്ചുറൽ പെർഫോമറാണ്. ഓക്കെ, താങ്ക് യു. ഇത് വേണമെന്ന് വെച്ച ഒരു സ്റ്റെപ്പ് ചെയ്യണമെന്ന് അങ്ങനെയൊന്നുമല്ല. എൻജോയ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. നന്നായി പാടി. താങ്ക് യു മാം. വോയിസിൽ ആ ചെറിയൊരു സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ആ സ്ക്രാച്ച് കുറച്ച് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ഫോക്ക് ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് പാട്ട് മുഴുവൻ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. Thank you. ആദ്യം തൊട്ട് പാട്ടിന്റെ ഫിനിഷിംഗ് വരെ ശ്യാമിന്റെ എനർജി 100% ആയിരുന്നു. താങ്ക് യു മാം. അങ്ങനെ ഒരു യുനോ ഈ ലെങ്തി ആയിട്ടുള്ള ഒരു സോങ്ങിൽ ഇങ്ങനെ ഒരു എനർജറ്റിക് എനർജി അങ്ങനെ ക്യാരി ഓൺ ചെയ്യുന്നത് വളരെ ഒരു ട്രിക്കി കാര്യമാണ്. ശ്യാം അത് എൻജോയ് ചെയ്ത കാരണം അതിന്റെ സ്ട്രെയിൻ നമുക്ക് തോന്നിയില്ല. സോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ കൂടി ഞങ്ങൾ എല്ലാവരും ഇവിടെ ക്ലാപ്പ് ചെയ്ത് കണ്ടോ, അതൊക്കെ കണ്ടോ ഡാൻസിന്റെ ഇടയ്ക്ക്? ഓക്കെ, സോ നല്ല ഇംപ്രവൈസേഷൻസ് എൻജോയ് ചെയ്തു. ബാൻഡിനായിട്ട് ഇന്ററാക്ട് ചെയ്തു, ഓഡിയൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തു, ഞങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്തു. സോ വെരി നൈസ് സ്റ്റേജ് പ്രസൻസ്. യു ആർ എ നാച്ചുറൽ പെർഫോമർ. വോയിസും നല്ല നൈസ് ഫോക്ക് ടോൺ. സോ അത് മെയിൻറ്റെയിൻ ചെയ്യുക, സൂക്ഷിക്കുക. ബിക്കോസ് കുറച്ച് സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. പക്ഷേ ഫോക്കായ കാരണം യുനോ അതൊക്കെ ഓവർലുക്ക് ചെയ്ത് ആ ഒരു ഫ്ലേവർ നമുക്ക് വേണം. ആൻഡ് എനിക്ക് മണിച്ചേട്ടൻ്റെ ഒരു ചെറുപ്പകാലത്ത് ഞാൻ കണ്ട് അങ്ങനെ ഉണ്ടായിരിക്കുമോ അങ്ങനെ ഒരു തോട്ട് വന്നു. യുനോ ഒരു 35 years ബാക്ക് മണിച്ചേട്ടനൊരു 15-16 വയസ്സൊക്കെ ഉള്ള സമയം അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ I don't know, I just thought, okay? So very nice. I think അതുപോലത്തെ ഒരു ഫ്ലേവർ നാച്ചുറൽ ആയിട്ട് നാച്ചുറൽ സിംഗിങ് ഉള്ള ഒരു സിംഗർ ഓൺ ദ ഷോ. വെരി നൈസ്, വെരി നൈസ്. കീപ് ഇറ്റ് അപ്പ് ഷോ. താങ്ക് യു മാം. ഇനി ശ്രീകുമാർ സർ. ചിലർ സ്റ്റേജിൽ വന്നു നിന്നാൽ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നവരും കേട്ടോണ്ടിരിക്കുന്നവരും ഒക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. ശ്യാം അതിലൊരു വ്യക്തിയാണ്. താങ്ക് യു സർ. കാരണം ശ്യാമിൻ്റെ ആ ഒരു നാച്ചുറൽ ഒരു ചിരിയും പുള്ളിയിൽ നിന്നുള്ള ഒരു ചിരിയും പുള്ളിയിൽ നിന്നുള്ള ആ ഒരു എന്താ പറഞ്ഞൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു നാച്ചുറൽ സ്റ്റെപ്സും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു സർ. സ്റ്റെപ്സിന് വേണ്ടി സ്റ്റെപ്സ് എടുക്കുന്നതല്ല, നാച്ചുറലായിട്ട് വരുന്ന വളരെ 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 എന്താ പറഞ്ഞൊരു കണ്ട ഭംഗിയുള്ള ഒരു മൂമെൻറ്റ്. താങ്ക് യു സർ. അതും പാട്ടുമായിട്ട് ഒത്തുപോകുന്നു. അത് ഈ ഒരു ഫോക്ക് സിംഗിങ് ഒരു റസ്റ്റിക്ക് ശബ്ദം ഒരു പ്രശ്നമല്ല. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ വേണ്ടാത്രയൊന്നും ചെയ്തായിരുന്നു മതി ജീവിതത്തിൽ, ശബ്ദം അങ്ങ് വന്നോളൂ. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് ബോധപ്പെടാവേണ്ട. ഈ ജീവിതം ഇങ്ങനെ നമ്മൾ പാടി വളരെയധികം സ്റ്റേജുകൾ ഇങ്ങനെ പാടി, കാരണം ജനങ്ങൾ കാണണം. ഇത്ര ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എല്ലാവരും കാണണം. അത് കരളിൽ കൂടി അത് കാണും എല്ലാവരും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നീ ജാസി ചേട്ടാ. അതെ, ശ്യാം നമ്മളിപ്പോൾ കേട്ടതുപോലെ ശ്യാമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉള്ള ഒരു ഇമോഷൻ തന്നെയായിരുന്നു ശ്യാമിൻ്റെ ഡാൻസും. ഈ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനൊരു ഇത് പ്ലാൻ ചെയ്തിരുന്നോ? ഡാൻസ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിരുന്നോ? അല്ല സാറേ, ഞാൻ ഇങ്ങനെ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാറുണ്ട്. അതൊക്കെ കണ്ടവഴി മനസ്സിലായത്. ആ ഒരു ഇതിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് സെയിം ഇത് ചെയ്യാറുണ്ടോ ഇങ്ങനെ ഒരുമിച്ച്? അല്ല, ഞാൻ ഒരു നാടൻപാട്ട് ട്രൂപ്പിൽ പോകുന്നതാണ്. അപ്പൊ അവിടെ ഇങ്ങനെ പാടുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ
സ്റ്റെപ്പുകൾ ഓരോന്നൊക്കെ ചെയ്യും. അപ്പൊ അവിടുത്തെ ചെറിയൊരു സാമ്പിൾ മാത്രമാണ് ഇത് ഇപ്പോഴും കാണിച്ചതല്ലേ? നിങ്ങളുടെ ഒരു പെർഫോമൻസിന്റെ ഓവറോൾ അതിന്റെ ഇതിനകത്ത് ഒരു ചെറിയൊരു സംഭവം. പക്ഷെ ഭയങ്കര നല്ലതായിരുന്നു. ഭയങ്കരമായിട്ട് ലിറിക്കെല്ലാം നല്ല കറക്റ്റ് ആയിരുന്നു. ആ താളത്തിൽ ഇങ്ങനെ കിടന്നു പോയി. താങ്ക് യു സർ. പിന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു പോസിറ്റീവിസം ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പൊ മണിച്ചേട്ടന്റെ ഷോസ് കാണുമ്പോഴത്തേനും അദ്ദേഹം ഡാൻസ് ചെയ്യുകയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ലിറിക്കും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ആ ഒരു ഫ്ലേവർ ഭയങ്കര കറക്റ്റായിട്ട് ശ്യാമിൽ നിന്ന് കിട്ടി. ഓൾ ദി ബെസ്റ്റ്. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. അപ്പോൾ താങ്ക് യു ജാസി സർ. അപ്പോൾ നല്ല കമൻസ് ആണ് ഷ്യാമിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാർക്സ് അറിയണ്ടേ? ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ മാർക്സ്. സോ ആദ്യമായി മഹദി മാം. എത്ര വേണം? പക്ഷെ നന്നാലും കുഴപ്പമില്ല. 30 അയ്യടാ. 25. 25 on 30. Very good. Srikumar sir. 25 out of 30. 25 on 30 again. Jasi sir. ഞാൻ ശ്യാമിന് 25. 25 on 30. Appo 75 on 90. A total of 75 marks. Very good marks ആണ്. Ladies and gentlemen, round of applause. Like നമ്മളൊരു നല്ലൊരു പെർഫോമർ ആണ് സ്റ്റേജിൽ. So very good. Good luck for your further rounds. അപ്പോൾ നമുക്ക് ഒരു പെർഫോമർ കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പെർഫോമൻസിന്റെ ടൈം ആയിരിക്കുന്നതാണ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റിനെ വിളിക്കാം. വിസ്മയ. ഹായ് വിസ്മയ. ഹായ്, അപ്പോൾ എന്ത് വിസ്മയാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ഞാനിന്ന് ഫേവറേറ്റ് റൗണ്ടിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല ഡ്രസ്സാണല്ലോ. ആരാണ് ഇത് ഒരുക്കി തന്നത്? മാച്ചിങ് ബ്ലൂ ബാംഗിൾ, ഇയറിംഗ് ബ്ലൂ, എല്ലാം ഒരു ബ്ലൂ മയം. എന്താ? അമ്മയാണോ? അപ്പോൾ അമ്മ ഒരു ചെറിയൊരു ഫാഷൻ ഡിസൈനർ ആണല്ലോ. ഇത് നല്ല ഈ വെരി നൈസ് ഡ്രസ്സിങ് അപ്പ്. അപ്പോൾ എന്തായാലും ഈ ഡ്രസ്സിനെ പോലെ നല്ലൊരു പെർഫോമൻസ് ആയിരിക്കണം നമുക്ക് തരുന്നത്. സോ ഓൾ ദി ബെസ്റ്റ്, ഡു വെൽ. തന്നാനേ താനാനേ തന്നാനേ താനാനേ തന്നാനേ താനാനേ താനേ നന്നാ
നല്ലൊരു അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. ഗിവ് ഹർ എ റൗണ്ട് ഓഫ് അപ്ലോസ് ഓഡിയൻസ്. താങ്ക് യു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം ഓൾ അബൌട്ട് ദ ടെക്നിക്കൽസ്. അപ്പോൾ ആദ്യമായി നമുക്ക് ജാസി ചേട്ടനോട് ചോദിക്കാം. നല്ലതായിരുന്നു. മോള് മാക്സിമം മോളുടെ ഒരു രീതിയിൽ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നാണ് തോന്നുന്നത്. പിന്നെ ഈ പാട്ടിൻ്റെതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു എനർജി ലെവൽ ഓക്കെയാണ്. കുറച്ചുകൂടെ ഒന്ന് വോളിയം ലെവൽ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ചുകൂടെ ഇതാക്കിയാൽ കുറച്ച് നല്ലതായിരുന്നു. പിന്നെ ഈ മൂവ്മെൻറ്റ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പാട്ടിലോട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കാര്യം ഈ പാട്ടിൻ്റെ ട്യൂണ് മൊത്തം ഒരുപോലെ ആകൊണ്ട് നമുക്ക് ഡാൻസും ആദ്യം മുതലേ മോളിങ്ങനെ കാണിക്കുന്നതല്ല നമുക്കൊരു മോണോട്ടണസ് തോന്നി ഒരേപോലെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി അത് പാട്ടിൻ്റെ ട്യൂൺ ഇത് ഒരുപോലെ ആകൊണ്ട് നമുക്കെല്ലാം ഒരേ ഭാവത്തിലാണ് കിട്ടിയത്. പിന്നെ എന്താണ് പാട്ടിന് ഒരു മിനിമം സംഭവം മോള് കൊടുത്തിട്ടുണ്ട്. മോള് ഹാപ്പിയാണോ പാടിയതിൽ? അതെ. അതെ. എത്രമാത്രം? ഒരു 10 മാർക്കിൽ എത്ര മാർക്ക് കൊടുക്കും മോള് സ്വന്തം പെർഫോമൻസ് എന്ന് പറഞ്ഞേ? 3. 7, 8. ശരി, കൊള്ളായിരുന്നു. കുഴപ്പമില്ല. ഈ പറയുന്ന ഒരു ചെറിയൊരു സംഭവങ്ങളുണ്ടായിരുന്നു. കുഴപ്പമില്ല. അപ്പം നെക്സ്റ്റ് റൗണ്ടൊക്കെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള, ഇതിപ്പം ഒരേ ഫ്ലോയിൽ ഇങ്ങനെ പോകുന്ന പാട്ടായതുകൊണ്ട് അത് മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ മുകളിലോട്ട് നമുക്കൊരു ഭയങ്കര പെർഫോമൻസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു ഇൻഡിവിജ്വാലിറ്റി വരുന്ന പാട്ടുകളൊക്കെ എടുത്തോണ്ട് വരണം. ഓക്കെ, താങ്ക് യു ജാസി ചേട്ടാ. അടുത്ത മഹദി മാം. നല്ല പെർഫോമൻസ് ആയിരുന്നു വിസ്മയ. താങ്ക് യു. മൊണോട്ടണസ് ട്യൂൺ അതിൽ നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഒരു സെയിം ട്യൂൺ വിസ്മയെ കൊണ്ട് എത്രത്തോളം അത് എനർജറ്റിക് ആക്കാൻ പറ്റുമോ പവർ പാക്ട് ആക്കാൻ നോക്കി വിസ്മയ. ഓക്കെ, സോ അതിന് ഡെഫിനറ്റ്ലി വെരി ഗുഡ് ഫോർ ദാറ്റ്. വിസ്മയുടെ നോട്ട്സിൻ്റെ ക്ലാരിറ്റി ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഫാസ്റ്റായിട്ട് പാടുമ്പോൾ ആ ഒരു എനർജി കൊടുക്കണതിൽ നമ്മൾ ആ നോട്ട്സ് മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ദാറ്റ് യു ടേക്ക് കെയർ. ആൻഡ് അഗൈൻ ഞാനും ശ്രദ്ധിച്ചിരുന്നു വിസ്മയ്ക്ക് അത്ര കംഫർട്ടബിൾ അല്ല മൂവ്മെന്റ്സ് ചെയ്ത് പാടുന്നതിൽ. അപ്പോൾ ചെയ്യണ്ട, നിർബന്ധമൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് ഇത് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ പുറത്ത് വരുമ്പോൾ ഞാൻ അടിക്കും, അങ്ങനെയൊന്നുമില്ല. സോ കംഫർട്ടബിൾ ആണെങ്കിൽ ആ മൂവ്മെന്റ്സ് എന്തിനാ ചെയ്യുന്നത്? നമ്മുടെ പാട്ടും നമ്മുടെ പെർഫോമൻസിനും ഓവറോൾ എൻഹാൻസ് ചെയ്യാൻ, കുറച്ചും കൂടി ഭംഗിയായിട്ട് കാട്ടാൻ. സോ അത് നമ്മുടെ പാട്ടിന് ഒരു ഡിസ്ട്രാക്ട് ചെയ്യണ പോലെ നമുക്ക് മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആവശ്യമില്ല. ഓക്കെ, കംഫർട്ടബിൾ ആയിട്ട് എന്താ വരുന്നത്, നാച്ചുറൽ ആയിട്ട് എന്താ വരുന്നത്, അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, സോ വിസ്മയ ഒരു കൊച്ചുകുട്ടിയാണ് കമ്പാരിറ്റീവ്ലി. സോ കുറച്ചും കൂടി മോർ ആറ്റിറ്റ്യൂഡ് സിംഗിങ് വൈസ് കുറച്ചും കൂടി ചാലഞ്ചിങ് ആയിട്ടുള്ള സോങ്സ് എടുക്കാവൂന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ബെറ്റർ ലക്ക് ഇൻ ദ കമ്മിങ് റൗണ്ട്സ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. അടുത്തതായി ശ്രീകുമാർ സാർ. ഇത് നല്ല പവർഫുള്ളായിട്ട് പാടി, നന്നായിട്ട് പാടി. പക്ഷെ അതിൻ്റെ വെറൈറ്റി വേണം അല്ലേ? നമുക്ക് ഒരേപോലെ പാടാൻ എളുപ്പമാണ്, പവർഫുള്ളായിരുന്നു. ബട്ട് വിസ്മയ്ക്ക് ഇതൊന്ന് ആരുടെയെങ്കിലും ഹെൽപ്പോടുകൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. ഒരു എന്താ പറയുക, ഒരു വേറൊരു വേർഷൻ നമുക്ക് ആക്കാമായിരുന്നു. ഇതേ ട്യൂൺ വെച്ചുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒന്ന് വളർത്താമായിരുന്നു. നമുക്കത് അങ്ങനെ ചെയ്തുകൊണ്ട് ആരും നമ്മളെ പോലീസൊന്നും പിടിക്കില്ല. നമുക്ക് ഇനിയും ഉള്ളത് വെച്ചുകൊണ്ട് ഇതൊരു ഒരു 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 മിനിമം സാധനമാണ് അല്ലേ? ഒരു സ്കെച്ച് മാത്രമേ ഉള്ളൂ, ഒരു ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. ഇതിനെ നമുക്ക് ഫോക്ക് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഏകതാനതയാകാം, ഒരേപോലെ പാടാം. ഒരു സ്റ്റേജ് പെർഫോമൻസ് നമുക്ക് ഇടയ്ക്ക് ഇതൊക്കെ നല്ലതാണ്, നല്ല ഓളമാണ് ഇതൊക്കെ പാടുമ്പോൾ. നമ്മൾ ഇത്തരം കോമ്പറ്റീഷൻ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു 1-2 ട്യൂണും കൂടെ അഡീഷണൽ ഉള്ള ഒരു സോങ് ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വിസ്മയുടെ ആ ഒരു കഴിവിനെ നമുക്ക് അളക്കാൻ പറ്റിയില്ലേ. അപ്പോൾ അടുത്ത റൗണ്ടിൽ കുറച്ചുകൂടെ വെറൈറ്റി ഉള്ള പാട്ടുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പോൾ കമൻസ് എല്ലാം കേട്ടു. ഇനി നെക്സ്റ്റ് നമുക്ക് മാർക്സ് അറിയണം. അപ്പോൾ മാർക്സ് നമുക്ക് ചോദിക്കാം ജഡ്ജസിനോട്. ആദ്യം തന്നെ ജാസി ചേട്ടൻ 21 on 30. Mahadi ma'am 21 on 30. 21 on 30 again. Shrikumar sir Again 21 on 30. 21 on 30. So that's a total of 63 on 90. താങ്ക് യു. നല്ല മാർക്സ് ആണ് ഫോർ ഫസ്റ്റ് പെർഫോമൻസ്. എന്തായാലും ജഡ്ജസ് പറഞ്ഞ പോലെ
ഇനി ഒരു മൊനോട്ടനസ് സോങ്. ഈ പാട്ട് ആരാണ് സെലക്ട് ചെയ്തത് തന്നെ? സ്വന്തം സെലക്ട് ചെയ്താണോ അതോ അമ്മയാണോ? അല്ല, സ്വന്തമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ടൈം കുറച്ചുകൂടി വെറൈറ്റി ഉള്ള സോങ്, കുറച്ച് വേരിയേഷൻ ഉള്ള സോങ് ചൂസ് ചെയ്യാൻ നോക്ക്. എനിവേ, ഓൾ ദി ബെസ്റ്റ് ഫോർ നെക്സ്റ്റ് പെർഫോമൻസ്. താങ്ക് യു. വിസ്മയുടെ പെർഫോമൻസ് കഴിഞ്ഞ് ഇനി 1 more പെർഫോമൻസ് കൂടി ഉണ്ട്. അതൊരു സർപ്രൈസ് പെർഫോമൻസ് ആണ്. അടുത്തതായി മിന്നാ മിന്നിങ്ങിൽ ഒരു മിന്നുന്ന പെർഫോമൻസുമായി നാടൻ പാട്ടുകളുടെ രാജകുമാരൻ കാവാലം ശ്രീകുമാർ സർ. അരയരയോ കിങ്ങിണിയരയോ അരയരയോ കിങ്ങിണിയരയോ
കണ്ടസ്റ്റൻസിന്റെയും നമ്മുടെ ജഡ്ജസിന്റെയും നാടൻ പാട്ടുകളുമായി അടുത്ത ദിവസം കാണുന്നവരെ ആൻഡ് ശുഭരാത്രി ഫ്രം മിന്നാമിന്.